പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം. അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. കഴിഞ്ഞ 20 ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ. ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു. കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ്. അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി. പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല. പരകർമ്മകൃത്, അന്യന് വേണ്ടി ജോലി ചെയ്യുക, അസ്വഹ ധനം കുറയുക, ശില്പബുദ്ധി എഞ്ചിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക, വിഷ്ടികരഹ വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി, ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല, അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ച് എന്ന് വരില്ല. അതാണ് വിഷ്ടികരഹ, വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി എന്ന് ഫലം. ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം 65 ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത്. ഫെബ്രുവരി 3 മുതൽ ഏപ്രിൽ 10 വരെയുള്ള 65 ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത്. അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത്. മീനൻ രാശിക്കാർക്ക് 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് അവരുടെ 4ാം ഭാവാധിപത്യം, ദാറ്റ് മീൻസ് മിഥുനൻ രാശിയുടെ ആധിപത്യം. മറ്റൊന്ന് കന്നി രാശിയുടെ ആധിപത്യം. ഈ 2 ഭാവങ്ങളുടെ അധിപനായ ബുധൻ പോയി നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. 12ൽ ബുധൻ വന്നാൽ പതിതസ്തു റിപ്പേ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത് ഓരാചാര്യർ. പതിതഹത്തു റിപ്പേ, റിപ്പം 12ാം ഭാവത്തിൽ നിന്നാൽ പതിതഹ വീഴ്ച വരും, പാതിത്യം വരും. ഇവിടെ ശ്രദ്ധിക്കണം, ഭൂമിപരമായ വിവാദങ്ങൾ വരും. അമ്മ, മരുമക്കൾ, അമ്മാമന്മാർ ഇവരൊക്കെ തന്നെ അതിൻ്റെ ശത്രുക്കളാകാം. അനാവശ്യമായ ഒരു പ്രോമിസും ആയിരിക്കും കൊടുക്കരുത്. അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് കൊടുത്താൽ മാനഹാനി വരും, ധനനഷ്ടം വരും, പേരുദോഷം വരും. പിന്നീടോ വിവാഹപതിയാണ്, 7ാം ഭാവാധിപനാണ്. യാത്രക്ക് തടസ്സം വരും, യാത്ര പൊട്ടിപ്പോകും, പോയാൽ തിരിച്ചു വരേണ്ടി വരും, ഫ്ലൈറ്റ് ക്യാൻസലാകും, വിഷസ്പർശമേൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷികളെ കൊണ്ട് ബുദ്ധിമുട്ട് വരിക, തേനീച്ചയെ കൊണ്ട് ബുദ്ധിമുട്ട് വരിക, കടന്നൽ കൊണ്ട് കുത്തൽ കൊള്ളുക, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് മീനൻ രാശിക്കാർ അനാവശ്യമായ ഒരു വാക്കും സംസാരിക്കരുത്. തനിക്കാവുന്നത് മാത്രം ചെയ്യുക. തൻ്റെ രേഖകൾ നഷ്ടപ്പെടുക, തൻ്റെ സ്വത്ത് നഷ്ടപ്പെടുക, തൻ്റെ ഭൂമിപരമായ വിധത്തിൽ വളരെയധികം തടസ്സങ്ങൾ വരിക. അതിന് പുറമെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യത്തിൽ വലിയ ക്ലേശങ്ങൾ വരും, അണ്ടർസ്റ്റാൻഡിങ് വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും, രോഗികൾക്ക് മറവി വരും, വളരെയധികം മനപ്രയാസങ്ങൾ, മനസംഘർഷങ്ങൾ അനുഭവിക്കേണ്ട 65 ദിവസങ്ങളാണ്. തർക്കിക്കാതിരിക്കുക ദയവ് ചെയ്ത്. ആരൊക്കെയാണ് മീനൻ രാശിക്കാർ? പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളുടെ 2 നക്ഷത്ര സമൂഹം. വളരെയധികം നിർബന്ധമായി പാനകം, തുളസിമാല, ഭാഗ്യ സൂക്താർച്ചന നരസിംഹക്ഷേത്രത്തിൽ ചെയ്യണം. അസ്വസ്ഥത വളരെയധികം വരും, ഒരു സംശയവുമില്ല. ഡെയിലി ഓം ലക്ഷ്മി നരസിംഹ മൂർത്തിയെ നമഃ ജപിക്കുക. ഈ 7 ശനിക്കാലം ജന്മശനിയാണ്, 4ലെ വ്യാഴാണ്. അസ്വസ്ഥത വളരെയധികം ഉണ്ടാക്കും. തൻ്റെ സ്വത്ത് നഷ്ടപ്പെടുക എന്ന് മീൻസ് സ്വർണം നഷ്ടപ്പെടും. അതിനധികം ശ്രദ്ധിക്കണം. താൻ ബാങ്കിൽ വെച്ച സ്വർണം ആരെങ്കിലും നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ബാങ്കിൽ വെച്ച ഭൂമി നഷ്ടപ്പെടുക, ഇതൊക്കെ സംഭവിക്കും. മാനസികമായ ആഘാതങ്ങൾ വളരെ വരും. ശ്രദ്ധിക്കാതെ വാഹനമോടിച്ചാൽ ഫൈന് മാത്രമല്ല അപകടങ്ങളും വരും. രാത്രികാല യാത്രകളൊക്കെ ഒഴിവാക്കും. നന്നായി ഞാൻ പറഞ്ഞ മന്ത്രങ്ങൾ ചെല്ലുക. നന്ദി, നമസ്തേ.